കണ്ണൂരിലേക്ക് പോവുകയാണ്. ഏറെക്കുറെ വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിന് സമാനമായൊരു സംഭവം ഇന്നലെ ശ്രീകണ്ഠാപുരത്തുണ്ടായിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരണം. അവിടെ UP സ്വദേശിയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. അതിൽ വലിയ ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെ, ചേപ്പറമ്പിലെ ബാർബറ തൊഴിലാളി ബസന്ത്പൂർ സ്വദേശി നയീം സൽമാനിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയരുന്നത്. ഹൃദ്രോഗിയായ നയീമിനെ കടയിൽ വെച്ച് ഒരു സംഘം മർദ്ദിച്ചതിന് പിന്നാലെയാണ് നയീം കുഴഞ്ഞു വീണ് മരിച്ചത്. ശ്രീകണ്ഠാപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, ഈ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത, ഇദ്ദേഹം മുടി മുറിക്കുന്ന ആളായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ചില തർക്കങ്ങൾ, ഈ കൂലിയുമായി ബന്ധപ്പെട്ടൊക്കെ ചില തർക്കങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് മരണം സംഭവിക്കുന്നതും. എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിലൊരു വ്യക്തതയുണ്ടോ? പോലീസ് ഇക്കാര്യത്തിൽ എന്ത് പറയുന്നു? ഈ ഉത്തർപ്രദേശുകാരനായിട്ടുള്ള നയീം സൽമാനി എന്ന് പറയുന്ന ആളിന്റെ മരണത്തിലേക്ക് ഇടവച്ച സംഭവങ്ങളുടെ തുടക്കമുണ്ടാകുന്നത് ക്രിസ്മസിന്റെ തലേന്ന് 24-ാം തീയതിയാണ്. അന്ന് ഈ ചേപ്പറമ്പ് പയറ്റിയാൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജിസ് വർഗീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ കടയിൽ എത്തിയിരുന്നു. മുടി മുറിക്കാനും ഒപ്പം തന്നെ ഫേഷ്യൽ ചെയ്യാനുമായിട്ടാണ് എത്തിയത്. ഇതിന് രണ്ടിനും കൂടി 300 രൂപ എന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞു വെച്ചിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് മുടിമുറിക്കലും ഫേഷ്യലും ഒക്കെ കഴിഞ്ഞ് കൂലി കൊടുക്കേണ്ട സമയമാകുമ്പോഴേക്കും ജിസ് ആകെ 250 രൂപ മാത്രമാണ് കൊടുത്തത്. ഇതിനെ സംബന്ധിച്ച് ഇരുവർക്കും ഇടയിൽ, അതായത് ഈ നയീമിനും ജിസ് വർഗീസിനും ഇടയിൽ ചില തരത്തിലുള്ള വാക്കുതർക്കമുണ്ടായി. അത് കഴിഞ്ഞ് പിന്നീട് അവിടുന്ന് ജിസ് പോവുകയും ചെയ്തു. തുടർന്ന് അടുത്ത ദിവസം, അതായത് ക്രിസ്മസ് ദിവസമാണ് പിന്നീട് ഈ സംഭവങ്ങളുടെ, അതായത് ഇത്തരത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള അക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തുന്നത്. അന്ന് വൈകിട്ട്, അതായത് ക്രിസ്മസിന്റെ അന്ന് വൈകിട്ട് ജിസ് വർഗീസ് തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം കടയിലെത്തുകയും ഈ പറയുന്ന നയീമിനെയും മകനെയും അവിടെ വെച്ച് മർദ്ദിക്കുകയും ചെയ്തു. മുഖത്തടക്കം അടിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതും കഴിഞ്ഞ് രാത്രിയോടുകൂടി ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള കൊട്ടൂർവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നയീമും മകനും ഒക്കെ താമസിക്കുന്നത്. ആ സ്ഥലത്തെത്തി ഈ നയീം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി, സ്കൂട്ടറാണ്. ആ സ്കൂട്ടർ ഇവരെ അടിച്ചു തകർക്കുകയുണ്ടായി. അതിനിടയിൽ ഈ കടയുടമ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടർന്നുണ്ടായേക്കുമെന്നുള്ളൊരു ആശങ്കയിൽ രാത്രി തന്നെ നയീമിനെയും മകനെയും അവിടുന്ന് മാറ്റിയിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ആക്രമിക്കപ്പെട്ടില്ല. പക്ഷേ ഈ വണ്ടി ഉൾപ്പെടെ തകർത്ത സംഭവത്തിന് പിന്നാലെ നയീം ഈ കടയുടമയെ വിളിച്ച് ഇത്തരത്തിലുള്ള സംഭവം താമസ സ്ഥലത്ത് ഉണ്ടായി എന്നുള്ള കാര്യം അറിയിച്ചു. അതിനെ തുടർന്ന് 26-ാം തീയതി രാവിലെ നമുക്ക് പോലീസിൽ പരാതി നൽകാമെന്നുള്ള തീരുമാനത്തിൽ ഇവർ എത്തുന്നതെന്ന്. അതായത് നയീമും കടയുടമയായിട്ടുള്ള ജോണി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളും തമ്മിൽ എത്തിച്ചേർന്നു. അതിനിടെ 26-ന് രാവിലെ പള്ളിയിൽ പോകാൻ നയീം താമസ സ്ഥലത്ത് നിന്നിറങ്ങി പള്ളിയിൽ എത്തുന്നതിനിടെ ശ്രീകണ്ഠാപുരം നഗരത്തിനടുത്ത് തന്നെയുള്ള ഒരു മര മില്ലുണ്ട്. അതിനടുത്തെത്തിയപ്പോൾ അവിടെ നയീം കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ഉണ്ടായത്. നയീം നേരത്തെ ഹൃദ്രോഗിയാണെന്ന് പറയുന്നുണ്ട്, മരുന്ന് കഴിക്കാറുണ്ടെന്നും പറയുന്നു. ഇത്തരത്തിൽ കുഴഞ്ഞു വീണ് മരിച്ച ഘട്ടത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ മൃതദേഹം എത്തിക്കുകയും അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്തു. അതിനകത്ത് ഹൃദയാഘാതമാണ് മരണകാരണം എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു വിവാദം എന്താണെന്ന് കരുതിയാൽ, ഈ നയീമിന്റെ ഹൃദയാഘാതം ഉണ്ടാകാനിടയാക്കിയ സംഭവം കടുത്ത മാനസിക സമ്മർദ്ദമാണ്. അതായത് ജോലി സ്ഥലത്ത് വെച്ച് മർദ്ദനമേറ്റു. ഒപ്പം തന്നെ താമസ സ്ഥലമായ കൊട്ടൂർ വയലിലെത്തിയും ഈ സംഘം നയീമിനെയും മകനെയും ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മൂലം കടുത്ത മാനസിക സമ്മർദ്ദം ഇന്നയും നേരിട്ടിരുന്നതായാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കടയുടമയായിട്ടുള്ള ജോണി സെബാസ്റ്റ്യൻ ശ്രീകണ്ഠാപുരം പോലീസിൽ പരാതി നൽകിയത്. ജിസ് വർഗീസ് എന്ന് പറയുന്ന മുടിമുറിക്കാനെത്തിയ ആള്, ഒപ്പം തന്നെ ജിസ് വർഗീസിന്റെ 2 സുഹൃത്തുക്കൾ, ഇവരെയും മറ്റ് കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെയുമാണ് പോലീസ് ഇപ്പോൾ ഈ ജോണി സെബാസ്റ്റ്യന്റെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനോ ചോദ്യം ചെയ്യാനോ ഇതുവരെ ശ്രീകണ്ഠാപുരം പോലീസ് തയ്യാറായിട്ടില്ല. ബിജീഷ് ഗോവിന്ദനാണ് വളരെ വിശദമായി തന്നെ ആ സംഭവ വികാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആ ദുരൂഹത ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും പോലീസിന്റെ അടുത്ത നടപടി, ഇനി ഇവർക്കെതിരെ എന്തെങ്കിലും വകുപ്പുകളൊക്കെ ചുമത്തി കേസെടുക്കുമോ? ഈ ഉപജീവനത്തിനായി സ്വന്തം വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നിൽക്കുന്ന ഈ പാവങ്ങളുടെ മേലിൽ ഇങ്ങനെ മിടുക്കായി കാണരുതാരും അല്ലെ. അത് അവരെ ആക്രമിച്ചാലോ അവരെ കയ്യേറ്റം ചെയ്താലോ ഒരു പക്ഷെ ആരും ചോദിക്കാനൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഈ ഒരു 50 രൂപയുടെ കേസിൽ അവർ ആക്രമിക്കാൻ പോകുന്നതും അതൊരു